കോടതി വിധികൾ എന്നല്ല, ഏതൊരു വാർത്തയും, ഇസ്രായേലിലെ പലസ്തീൻ മിസൈൽ ആക്രമണം പോലും തന്നിഷ്ടത്തിന് വ്യാഖ്യാനിക്കുന്നവരാണ് മലയാളത്തിലെ പല മാധ്യമങ്ങളും. ഇത്തരം മാധ്യമങ്ങൾക്ക് പിന്നിലെ ശക്തികളെ സാമാന്യ ബോധമുള്ളവർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളുതാനും. വ്യാഖ്യാനിച്ച് വെളുപ്പിക്കുന്നത് ഒരു കലയാക്കി മാറ്റിയിരിക്കുകയാണ് ചിലരെങ്കിലും. ഇത്തരം വ്യാഖ്യാന വൈരുദ്ധ്യങ്ങളിലൂടെ പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിച്ച 2 സുപ്രീം കോടതി വിധികളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ പരാമർശങ്ങളെക്കുറിച്ചാണ് ഈ ലക്കം സത്യാന്വേഷി ചർച്ച ചെയ്യുന്നത്. ഏവർക്കും സ്വാഗതം. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് രാഷ്ട്രീയ കേരളത്തിൽ ബഹുമുഖ മാനങ്ങൾ കൈവന്നതും ആ വാക്ക് ഉച്ചരിച്ചവരോടെല്ലാം കേരളത്തിൻ്റെ വ്യാജ മതേതര മുഖം കൊഞ്ഞനം കുത്തിയതും അടുത്ത നാളുകളിൽ കൗതുകത്തോടെ നാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലവ് ജിഹാദ് എന്നത് മതാത്മകമായ ഒരു രാഷ്ട്രീയ വ്യവഹാരത്തിൻ്റെ വിളിപ്പേരാണ് എന്നതും അത് ധ്വനിപ്പിക്കുന്ന പ്രതിഭാസങ്ങൾക്ക് കേരളത്തിലെന്നല്ല ലോകത്തെവിടെയും കുറവില്ലെന്നും വസ്തുതകൾ ശ്രദ്ധിച്ചു പഠിക്കുന്നവർക്ക് സുവ്യക്തമാണ്. ലവ് ജിഹാദ് എന്ന പദത്തെയും ആശയത്തെയും എതിർക്കാനും അതോടൊപ്പമുള്ള ബഹുജനത്തിൻ്റെ ആശങ്കകളെ അപ്രധാനമായി കണ്ട് തള്ളിക്കളയാനും മാധ്യമങ്ങളും ബുദ്ധിജീവികളും ഒരു സ്യൂഡോ സെക്യുലറിസത്തിൻ്റെ മുഖം മൂടി ധരിക്കുകയാണ് സൗകര്യപൂർവം ചെയ്യുന്നത്. എങ്കിലും ഈ വിധത്തിലുള്ള ഒരാശങ്കയും അസ്ഥാനത്തല്ലെന്ന ഉറപ്പ് തരുന്ന അന്തർദേശീയ, ദേശീയ, പ്രാദേശിക തലത്തിലുള്ള വാർത്താ റിപ്പോർട്ടുകളും നമുക്ക് ലഭ്യമാണ്. സാമൂഹ്യ മാധ്യമങ്ങളുടെ ഈ കാലത്ത് എത്ര നിറം മാറ്റി ഒളിപ്പിച്ചാലും സത്യം പല മാർഗേന വെളിപ്പെടുക തന്നെ ചെയ്യും. BJP നേതാവും അഡ്വക്കേറ്റുമായ അശ്വിനി ഉപാധ്യായ് സുപ്രീം കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചു. ഭാരതത്തിൽ നടക്കുന്ന മതം മാറ്റങ്ങൾ പരിശോധിക്കാൻ ഉതകുന്ന കർശനമായ ഒരു കേന്ദ്ര നിയമത്തിനുള്ള അപേക്ഷയായിരുന്നു പ്രസ്തുത ഹർജി. എന്നാൽ ഏപ്രിൽ ആദ്യവാരത്തിൽ ജസ്റ്റിസ് റോഹിൻടൺ എഫ് നരിമാന്റെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതി ബെഞ്ച് ഈ ഹർജിയെ വളരെ അപകടകരം, വെരി ഹാംഫുൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് തികഞ്ഞ അനിഷ്ടത്തോടെ തള്ളിക്കളയുകയും അശ്വിനി ഉപാധ്യായയ്ക്ക് ഒരു പിഴത്തുക വിധിക്കുകയും ചെയ്തു. മാത്രവുമല്ല, മുതിർന്ന ഒരു വ്യക്തിക്ക് അയാളുടെ ഇഷ്ടപ്രകാരം ഏതൊരു മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് എന്ന നിരീക്ഷണവും സുപ്രീം കോടതി നടത്തി. ഉപാധ്യായയ്ക്കു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകനെ കോടതി ശാസിക്കുകയും ചെയ്തു. സുപ്രീം കോടതിയുടെ ഈ പരാമർശവും ഉപാധ്യായയ്ക്കുള്ള ശിക്ഷയും വാർത്തയായതിന് പിന്നാലെ കേരളത്തിലെ ജിഹാദ് അനുകൂല മുന്നണിയും സജീവമായി തീർന്നു. ലവ് ജിഹാദ് എന്നത് വ്യാജ ആരോപണമാണെന്നും ആർക്കും അവർക്കിഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ ഇന്ത്യൻ ഭരണഘടന അനുവാദം നൽകുന്നുണ്ട് എന്നുമുള്ള വാദമാണ് അവർ ഉന്നയിച്ചത്. സുപ്രീം കോടതി വിധി അനുസരിച്ച് ലവ് ജിഹാദ് എന്ന ആരോപണം ഇനി ഉന്നയിക്കാൻ കഴിയില്ല എന്നുവരെ വാദിച്ചവരുണ്ട്. ലവ് ജിഹാദ് എന്നു വിളിപ്പേരുള്ള പ്രതിഭാസത്തിൽ പ്രായപൂർത്തിയായവർ സ്വാഭീഷ്ടപ്രകാരം മതം മാറുന്നതാണ് എന്ന ധ്വനിയാണ് അവരുടെ വാചക കസർത്തിൽ സൂചിപ്പിക്കപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഈ വാദത്തിൽ എത്രമാത്രം കഴമ്പുണ്ട്! ലവ് ജിഹാദ് എന്ന പ്രതിഭാസത്തെ തന്നെ ജനമനസ്സുകളിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന കുപ്രചരണമാണ് ഇക്കൂട്ടർ അഴിച്ചുവിടുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ വാസ്തവം അന്വേഷിക്കുന്നവർ വേർതിരിച്ചറിയേണ്ട ചില വസ്തുതകളുണ്ട്. ലവ് ജിഹാദ് എന്ന പ്രതിഭാസത്തെ കേവലം പ്രണയാനന്തരമുള്ള മതപരിവർത്തനമായും സ്വേച്ഛയാ നടത്തിയ സത്യാന്വേഷണത്തിൻ്റെ അനന്തരഫലമായും ഒക്കെയാണ് തൽപര കക്ഷികൾ പ്രചരിപ്പിക്കുന്നത്. ആയതിനാലാണത്രേ മേൽപ്പറഞ്ഞ സുപ്രീം കോടതി നിരീക്ഷണത്തിന് ഇത്ര പ്രസക്തി. എന്നാൽ ലവ് ജിഹാദ് എന്ന പ്രണയ പ്രതിഭാസത്തിൻ്റെ പിന്നാമ്പുറത്തേക്ക് ഒന്ന് നോക്കൂ. ഒന്ന്, ലവ് ജിഹാദിൽ പ്രണയത്തിൻ്റെ ഉദ്ദേശം പ്രണയമേ അല്ല. വ്യാജസ്തുതികളിലൂടെയും സൂത്രപ്പണികളിലൂടെയും പെൺകുട്ടികളെ വലയിലാക്കുന്നവരുടെ യഥാർത്ഥ ഉദ്ദേശം തികച്ചും മതാത്മക രാഷ്ട്രീയമാണ്. ഫീൽഡിൽ പണിയെടുക്കുന്നവർക്ക് ഇത് അത്രമേൽ ബോധ്യപ്പെട്ടിട്ടൊന്നുമില്ല എങ്കിലും ആത്മാർത്ഥമായി തന്നെ അവർ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കും. ഇത്തരം പ്രണയക്കേസുകളിൽ
മുൻകൈയെടുക്കുന്നവർ ഈ മേഖലയിൽ അതിവിദഗ്ധരും പരിചയസമ്പന്നരും ആയിരിക്കും. 2. ലവ് ജിഹാദിൽ പ്രണയത്തിൽ അകപ്പെടുന്ന പെൺകുട്ടികൾ ഏതാനും നാളുകൾക്കുള്ളിൽ മതപരമായ കാര്യങ്ങളും അറബിയുമൊക്കെ പഠിക്കുന്നതും വേഷവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നതും ക്രൈസ്തവ വിശ്വാസത്തെ തള്ളിപ്പറയാൻ തുടങ്ങുന്നതുമെല്ലാം തികച്ചും അസ്വാഭാവികമായ കാര്യങ്ങളാണ്. പ്രണയത്തിന്റെ ഭാഗമായി മതപരിശീലനം നൽകപ്പെടുന്നിടത്ത് തന്നെ ഇത്തരം ബന്ധങ്ങൾ സംശയാസ്പദമായി തീരുകയാണ്. 3. ലവ് ജിഹാദിലെ വശീകരണ തന്ത്രങ്ങൾ. ഇത്തരം ബന്ധങ്ങളിൽ കൈവിഷമടക്കമുള്ള ഇരുണ്ട വഴികൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നതിന് തെളിവുകളും അനുഭവങ്ങളും സത്യാന്വേഷിക്കുന്നുണ്ട്. ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനങ്ങൾ നൽകാൻ മുതിരാതെ തന്നെ ഇത്തരം അനുഭവങ്ങൾക്ക് പിന്നിലെ വഞ്ചനാപരമായ മുതലെടുപ്പുകളെ ചൂണ്ടിക്കാണിക്കാനാണ് സത്യാന്വേഷി ആഗ്രഹിക്കുന്നത്. 4. ലവ് ജിഹാദ് കേസുകളിലെ ലൈംഗിക ചൂഷണങ്ങൾ. പെൺകുട്ടികളെ സ്നേഹബന്ധത്തിൽ അകപ്പെടുത്തി ശാരീരികമായി ചൂഷണം ചെയ്യുന്ന നടപടികൾ വളരെയേറെയാണ്. സമീപകാലത്ത് ഇത്തരം സംഭവങ്ങളിൽ ഇടപെട്ടപ്പോഴെല്ലാം ശ്രദ്ധിച്ച ഒരു വസ്തുത കൂടിയാണ് ഇത്. പ്രണയത്തിന് അത്ര കാലപ്പഴക്കമാകും മുൻപേ പെൺകുട്ടികളിൽ 90% ശാരീരിക ദുരുപയോഗത്തിന് ഇരയാകുന്നു എന്ന വസ്തുത അത്ര നിസ്സാരമല്ല. പ്രണയം ആത്മാർത്ഥവും സത്യസന്ധവുമാണ് എങ്കിൽ ആ വ്യക്തിയെ മാനിക്കാനും ആദരിക്കാനും അവരുടെ ജോലി പഠന മേഖലകളെ തകർക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്താതിരിക്കാനും ബന്ധപ്പെട്ടവർ ശ്രമിക്കുന്നതാണ്. എന്നാൽ ശാരീരിക ചൂഷണം ലവ് ജിഹാദിന്റെ ഒരു പ്രധാന ചെക്ക് പോയിന്റ് തന്നെയാണ് എന്ന് നാം തിരിച്ചറിയുന്നു. 5. ലവ് ജിഹാദ് കേസുകളിലെ ബ്ലാക്ക് മെയിലിങ്ങും ഭീഷണികളും. പ്രണയനാടകത്തിന്റെ കൃത്യമായ ടൈം ലൈനിൽ നടത്തുന്ന ശാരീരിക ചൂഷണത്തിന്റെ ഡിജിറ്റൽ തെളിവുകളുമായി പെൺകുട്ടിയെയും ചിലപ്പോൾ അവളുടെ കുടുംബാംഗങ്ങളെയും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിൻ്റെ അനുഭവങ്ങളും ഇത്തരം കേസുകളിൽ ലഭ്യമാണ്. നഗ്നതയും ഭയവും സൽപ്പേരും മനുഷ്യരുടെ വലിയ ബലഹീനതകളാണ്. അവയെ ആയുധമാക്കി നടത്തുന്ന ചൂഷണങ്ങളുടെ പേരുകൂടിയാണ് ലവ് ജിഹാദ്. 6. കാണാതാകുന്ന പെൺകുട്ടികൾ. ലവ് ജിഹാദ് കേസുകളെക്കുറിച്ച് പഠിക്കുമ്പോൾ കാണാതാകുന്ന പെൺകുട്ടികളുടെ എണ്ണവും ഞെട്ടിക്കുന്നതാണ്. അവരിൽ ചിലരെയെങ്കിലും പിന്നീട് കണ്ടെത്തിയിട്ടുള്ളത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ക്യാമ്പുകളിലാണ്. ഇത്തരം നിരവധി അനുഭവങ്ങളും പീഡനത്തെ തുടർന്നുള്ള ആത്മഹത്യകളും ദുരനുഭവങ്ങളെ തുടർന്നുള്ള പിൻവാങ്ങലും മൊഴിചൊല്ലലും വേർപിരിയലുകളും അതിക്രമങ്ങളും കൊലപാതകങ്ങളും ഗാർഹിക പീഡനങ്ങളും അങ്ങനെ എന്തെല്ലാം സംഭവിക്കാമോ അതെല്ലാം ലവ് ജിഹാദിന്റെ വഴിത്താരകളിൽ ഈ പെൺകുട്ടികളെ കാത്തിരിക്കുന്നുണ്ട്. ഇവയെല്ലാം മറന്നുകൊണ്ട് ഓരോ ലവ് ജിഹാദ് പ്രണയവും അതിലകപ്പെടുന്ന പെൺകുട്ടിയുടെ സ്വേച്ഛയാ ഉള്ള തെരഞ്ഞെടുപ്പാണ് എന്ന് വാദിക്കുന്നത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. 18 വയസ്സാകുന്നതോടെ സിവിൽ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് പ്രായപൂർത്തിയാകുന്നു എങ്കിലും അവരെല്ലാവരും ഈ ലോകത്തിന്റെ കാപട്യങ്ങളെ തിരിച്ചറിയാൻ പ്രാപ്തമായിട്ടുണ്ടാകണം എന്നില്ല. പ്രത്യേകിച്ച് ആഗോളതലത്തിൽ നടക്കുന്ന ഇസ്ലാമിക സ്റ്റേറ്റിനു വേണ്ടിയുള്ള കുൽസിത ശ്രമങ്ങളും അത്തരം തീവ്ര നിലപാടുകളുള്ളവരുടെ ലോക്കൽ സ്വാധീനങ്ങളും പ്രവർത്തന രീതികളും ചിലപ്പോൾ ഇസ്ലാമിക മതവിശ്വാസികൾ പോലും എല്ലാവരും അറിയണമെന്നില്ല. ഇത്തരം ബഹുമുഖങ്ങളുള്ള നാടകത്തിൻ്റെ കൃത്യമായ ഇടവേളകളിലാണ് ലവ് ജിഹാദ് നടപ്പാക്കപ്പെടുന്നത്. അവിടെ മതം മാറ്റവും മറ്റും ഒരു നിയമത്താലും ന്യായീകരിക്കാവുന്ന വസ്തുതയല്ല. അടിസ്ഥാനപരമായി വഞ്ചനയും കാപട്യവുമാണ് ലവ് ജിഹാദിൽ നിറഞ്ഞിരിക്കുന്നത്. അകപ്പെട്ടു പോകുന്ന ഓരോരുത്തരും തിരിച്ചു കയറാനാവാത്ത വിധം അഗാധ ഗർത്തത്തിലേക്ക് നിപതിക്കുന്നു. അവിടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ അവർക്ക് കൈവിട്ടു പോകുന്നു. ചൂഷണം ചെയ്യപ്പെടുകയോ എന്നേക്കുമായി അടിമകളാക്കപ്പെടുകയോ ചെയ്യുന്നു. ഇതൊക്കെ ഏതൊരു വിവാഹ ബന്ധത്തിലും സംഭവിക്കുന്നതല്ലേ? പിന്നെന്താണ് ലവ് ജിഹാദിൽ പ്രത്യേകത എന്ന് ചോദിക്കുന്നവരുണ്ട്. ക്രൈസ്തവ കുടുംബങ്ങളിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നവരുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായ ചില വ്യത്യാസങ്ങൾ ക്രൈസ്തവ ജീവിത ശൈലിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. കുടുംബ ബന്ധങ്ങളിലെ ചൂഷണങ്ങളും സ്ത്രീ അഭിമുഖീകരിക്കുന്ന വേർതിരിവും ക്രൈസ്തവ കുടുംബ ദർശനത്തിന് തന്നെ വിരുദ്ധമാണ്. അതിനാൽ തന്നെ അവരുടെ തുടർന്നുള്ള ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്താനും മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാനും അവർക്കുള്ള സാധ്യതകൾ നിരവധിയാണ്. കുടുംബ ജീവിതത്തിൻ്റെയും
ലിംഗസമത്വത്തിൻ്റെയും അടിസ്ഥാനപരമായ ക്രൈസ്തവ ദർശനങ്ങളിലേക്ക് വളർന്ന് പക്വമാകുന്ന മുറയ്ക്ക് ഓരോ കുടുംബവും അവർക്കർഹമായ സമാധാനവും സംതൃപ്തിയും കണ്ടെത്തുക തന്നെ ചെയ്യും. ഈ യാത്രയിൽ അവരെ സഹായിക്കാനും വീണുടയാതെ അവരുടെ കുടുംബത്തെ താങ്ങി നിർത്താനും പ്രാദേശിക സഭാ സംവിധാനങ്ങൾ തികച്ചും സജ്ജമാണ്. മതം മാറ്റത്തിലൂടെ ഇസ്ലാമിക കുടുംബങ്ങളുടെ ഭാഗമാകുന്നവർ അഭിമുഖീകരിക്കുന്ന വളരെ അടിസ്ഥാനപരമായ ഒരു ധാർമ്മിക പ്രതിസന്ധിയുണ്ട്. അത് ചൂഷണത്തെയും സ്ത്രീ എന്ന രണ്ടാം തരം ജീവിതത്തെയും അംഗീകരിക്കുന്ന ഒരു മതധാർമ്മികതയുടെ ജീവിത അന്തരീക്ഷമാണ്. അടുത്തിടെ പുറത്തിറങ്ങിയ ചില ചലച്ചിത്രങ്ങൾ അടയാളപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങൾ കൂടെ അവിടെ മറഞ്ഞു കിടപ്പുണ്ട്. ലൈംഗികതയെ സംബന്ധിച്ചും സ്ത്രീ ജീവിതങ്ങളെ സംബന്ധിച്ചും വിവാഹ ബന്ധത്തെ സംബന്ധിച്ചും വ്യത്യസ്ത ധാരണകൾ പുലർത്തുന്ന ഒരു ജീവിത ശൈലിയിൽ പ്രണയത്തിന്റെ നാളുകളിലെ മധുരാനുഭവത്തെ കണ്ടെത്താനാവാതെ പകച്ചുപോകുന്ന പെൺജീവിതങ്ങൾ എന്നും ഒരു ചോദ്യചിഹ്നമാണ്. വിവാഹ ജീവിതത്തിലെ സർവ്വസാധാരണമായ ദുരനുഭവങ്ങൾ തന്നെയാണ് ലവ് ജിഹാദിലും ഉള്ളത് എന്ന് വാദിക്കുന്നവർ ഈ ധാർമ്മിക പ്രതിസന്ധിയുടെ അനിശ്ചിതത്വത്തെ കാണാതെ പോകുന്നുണ്ട്. എല്ലാവരും ഒരേ അനുഭവങ്ങളല്ല നേരിടുന്നത്, ഒരേ ദുരനുഭവങ്ങളല്ല നേരിടുന്നത്. ചിലർ വ്യക്തികളുടെ സ്വഭാവ പ്രത്യേകതകളുടെ ഇരകളാണെങ്കിൽ ലവ് ജിഹാദിൽ പെടുന്നവർ ഒരു സംഘടിത സംവിധാനത്തിന്റെ ചൂഷണത്തിനാണ് ഇരകളാക്കപ്പെടുന്നത്. ലവ് ജിഹാദ് തേച്ചാലും മായ്ച്ചാലും ഇല്ലാതാക്കാൻ കഴിയാത്ത ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. ഭരണകൂടവും പോലീസും നിയമ സംവിധാനങ്ങളും ക്രമസമാധാന പാലനത്തിനു വേണ്ടി ആ യാഥാർത്ഥ്യത്തെ തമസ്കരിക്കാൻ നിർബന്ധിതരാണ്. ലവ് ജിഹാദിനെ കുറിച്ച് സംസാരിക്കുന്നവൻ സംഘിയാണ് എന്ന ആരോപണം പോലും ചിലരെ ഭയപ്പെടുത്താറുണ്ട്. ചില അകൃത്യങ്ങളെ താങ്ങി നിർത്താൻ ഏത് ആരോപണത്തിൻ്റെയും കുന്തമുനകളെ അവർക്ക് ഉപയോഗപ്പെടുത്താം. കാരണം എല്ലാം അധാർമികമാകുന്നിടത്ത് ദുരാരോപണങ്ങൾ മാത്രം എന്തിന് ധാർമ്മികമാകണം? പക്ഷേ സാമുദായിക നേതൃത്വങ്ങൾക്ക് ഇത്തരം ഭയം ഉണ്ടാകരുത്. അവർ ഈ ദുഷ്കൃത്യങ്ങളും നീച നിലപാടുകളും കണ്ടില്ല എന്ന് നടിക്കരുത്. അനിഷ്ടം സമ്പാദിക്കാവുന്ന സത്യത്തെക്കുറിച്ച് കൗശലപൂർവം നിശബ്ദത പാലിക്കാം എന്നും കരുതരുത്. ഇഷ്ടമുള്ള മതവിശ്വാസം സ്വീകരിക്കാൻ ഏതൊരു ഇന്ത്യൻ പൗരനുമുള്ള അവകാശത്തെ മാനിക്കുന്നതോടൊപ്പം തന്നെ വഞ്ചിച്ചും വ്യാജം പറഞ്ഞും കപടമായി പ്രണയിച്ചും നടത്തുന്ന മതം മാറ്റ ശ്രമങ്ങളെ നിരന്തരമായി എതിർത്തും വെളിച്ചത്ത് കൊണ്ടുവന്നും സംസാര വിഷയമാക്കി മാറ്റിയും അവർ മുന്നിൽ തന്നെ നടക്കണം. മുന്നിൽ നടക്കുന്നവർ മണ്ടന്മാരല്ലെന്നും അതുകൊണ്ട് അവർ മിണ്ടാതിരിക്കില്ലെന്നും അങ്ങനെ ലോകമറിയട്ടെ. മഹാരാഷ്ട്രയിൽ മറാത്ത വിഭാഗങ്ങൾക്ക് 16% OBC സംവരണം അനുവദിച്ച 2018 മഹാരാഷ്ട്ര സർക്കാർ നിയമനിർമ്മാണത്തിനെതിരായ അപ്പീൽ പെറ്റീഷനിൽ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് 5/5/2021 വിധി പ്രസ്താവിക്കുകയുണ്ടായി. ആ വിധിയിൽ രാജ്യത്തെ മൊത്തത്തിലുള്ള സംവരണം 50% കവിയരുത് എന്ന് കോടതി നിരീക്ഷിച്ചു. ഈ വിധി 10% സാമ്പത്തിക സംവരണത്തിന് തടസ്സമാകുമോ എന്നുള്ള ആശങ്ക ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് സാമ്പത്തിക സംവരണത്തിന് അർഹമായ വിഭാഗങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. മാത്രവുമല്ല, കോടതി വിധിയുടെ പേരിൽ സാമ്പത്തിക സംവരണത്തിനെതിരെ ചില മാധ്യമങ്ങൾ സംഘടിതമായി വ്യാജ പ്രചരണങ്ങൾ നടത്തുകയും ദുർവ്യാഖ്യാനങ്ങൾ ചമയ്ക്കുകയും ചെയ്യുന്നുമുണ്ട്. ആയിരത്തി 1992 ഇന്ദിരാ സാഹ്നി കേസിന്റെ സുപ്രീം കോടതി വിധിയിൽ എന്തെങ്കിലും അസാധാരണ സാഹചര്യമില്ലാതെ ആകെ സംവരണം 50% കൂടാൻ പാടില്ല എന്ന നിരീക്ഷണമുണ്ട്. എന്നാൽ മഹാരാഷ്ട്ര സർക്കാർ മറാത്തികൾക്കായി 16% ജാതി സംവരണം ഏർപ്പെടുത്തി 2014 ജൂലൈ 9 ഓർഡിനൻസ് പുറപ്പെടുവിച്ചതോടെ അവിടെ ആകെ ജാതി സംവരണം 68% ഉയർന്നു. ഇത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികൾ ഒടുവിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിലെത്തിയപ്പോൾ ഇന്ദിരാ സാഹ്നി കേസിൽ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയ അസാധാരണ സാഹചര്യം മറാത്ത സംവരണത്തിൽ നിലനിൽക്കുന്നതല്ല എന്ന് കോടതി നിരീക്ഷിച്ചു. വിധിന്യായത്തിന്റെ ഖണ്ഡിക 444 പ്രകാരം
റിസർവേഷൻ അണ്ടർ ആർട്ടിക്കിൾ 16(4) ഷുഡ് നോട്ട് എക്സീഡ് 50% എന്ന ഇന്ദിരാ സാഹ്നി കേസിലെ സുപ്രധാന വിധിവാചകം മറാത്ത സംവരണ വിധിയിലും ബാധകമാക്കിയിരിക്കുന്നു. ആർട്ടിക്കിൾ 16(4) എന്നത് SC, ST, OBC, SC/BC സംവരണത്തെ മാത്രം ബാധിക്കുന്ന ഭരണഘടനാ വകുപ്പാണ്. ചുരുക്കി പറഞ്ഞാൽ ജാതി സംവരണം 50%-ൽ കൂടുതലാകരുത് എന്നതാണ് മറാത്ത സംവരണ വിധിയുടെ ഏറ്റവും പ്രസക്തമായ ഭാഗം. രാജ്യത്ത് ജാതി സംവരണത്തിന് പുറമെ സാമ്പത്തിക സംവരണം കൂടി നടപ്പിലാക്കിയതോടെ 50%-ന്റെ പരിധി നിലനിൽക്കുമോ എന്ന് സുപ്രീം കോടതി പരിശോധിക്കണം എന്ന് കേരളം ഉൾപ്പെടെ മറാത്ത സംവരണ കേസിന്റെ നാൾവഴികളിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ വിഷയം സുപ്രീം കോടതിയുടെ വിശാല ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലായതിനാൽ അതിലേക്ക് കടക്കുന്നില്ല എന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. കൂടാതെ സാമ്പത്തിക സംവരണം അനുവദിച്ചുകൊണ്ടുള്ള 103-ാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് എന്തെങ്കിലും നിരീക്ഷണങ്ങൾ നടത്താൻ മുതിരുന്നതല്ല എന്നും ആ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. കോടതി ഇത്രയും വ്യക്തമായി സാമ്പത്തിക സംവരണത്തിൽ ഇടപെടുന്നതല്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടും കേരളത്തിലെ പല പത്രമാധ്യമങ്ങളും സാമ്പത്തിക സംവരണത്തിന് എന്തോ ഗുരുതരമായ ആഘാതം സംഭവിച്ചു എന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ സ്ഥാപിത താൽപ്പര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. രണ്ടായിരത്തി 19-ലെ 103-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം BJP ഗവൺമെന്റ് നടപ്പിലാക്കിയ സാമ്പത്തിക സംവരണം പ്രാവർത്തികമാകുന്നതിന് ഇപ്പോൾ വന്നിരിക്കുന്ന വിധി യാതൊരു കാരണവശാലും തടസ്സമാകുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ ഒന്ന് വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഇപ്പോൾ വന്നിരിക്കുന്ന വിധി മറാത്ത ജനതയ്ക്ക് OBC, SC/BC സംവരണം നൽകിയ മഹാരാഷ്ട്ര സർക്കാരിൻ്റെ നിയമനിർമ്മാണത്തെയാണ് റദ്ദു ചെയ്യുന്നത്. സാമ്പത്തിക സംവരണം അല്ലെങ്കിൽ EWS അതുമായി ബന്ധപ്പെട്ട 103-ാം ഭരണഘടനാ ഭേദഗതിക്കെതിരെ സമർപ്പിക്കപ്പെട്ട കേസുകളിൽ സുപ്രീം കോടതി വാദം കേൾക്കാൻ ഇരിക്കുന്നതേയുള്ളൂ. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് സാമ്പത്തിക സംവരണത്തിന് ഇടക്കാല സ്റ്റേ പോലും അനുവദിച്ചിട്ടില്ല എന്നതും ഓർക്കണം. രണ്ട്, രാജ്യത്തെ സംവരണം 50%-ൽ കൂടാൻ പാടില്ല എന്നുള്ള ഇന്ദിരാ സാഹ്നി കേസിലെ വിധിയിലും അസാധാരണമായ സാഹചര്യങ്ങളിൽ അത് 50%-ൽ കൂടാം എന്ന ഒരു സാധ്യത നിലനിർത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ 50% സംവരണ പരിധി മറികടന്നുകൊണ്ട് ജാതി സംവരണം അനുവദിക്കത്തക്ക പിന്നോക്കാവസ്ഥ മറാത്ത വിഭാഗങ്ങൾക്കില്ല എന്നുള്ള കോടതിയുടെ കണ്ടെത്തലാണ് ഈ വിധിയുടെ കാതലായ ഭാഗം. മൂന്ന്, സാമ്പത്തിക സംവരണ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശം നൽകിയിട്ടുണ്ട്. മറാത്ത വിഭാഗത്തിന്റെ OBC പദവി സുപ്രീം കോടതി സ്റ്റേ ചെയ്ത സാഹചര്യം ഉണ്ടായപ്പോൾ 2020 ഡിസംബറിൽ തന്നെ മഹാരാഷ്ട്ര സർക്കാർ 10% EWS സംവരണം നടപ്പിലാക്കുകയും മറാത്ത വിഭാഗത്തെ സാമ്പത്തിക പിന്നാക്ക സംവരണത്തിൽ ഉൾപ്പെടുത്തി അവർക്ക് സംവരണം നൽകുകയും ചെയ്തിരുന്നു. നിലവിലെ സ്ഥിതി ഇതായിരിക്കെ മറാത്ത വിഭാഗത്തിന് ഇനി OBC സംവരണം പ്രായോഗികമായി ആവശ്യമില്ല എന്നത് ഓർക്കേണ്ടതുണ്ട്. 4, 50%-ൽ കൂടുതൽ ജാതി സംവരണം OBC അല്ലെങ്കിൽ SC/BC ആ ജാതി സംവരണം വേണം എന്ന ആവശ്യവുമായി കർണാടക അടക്കമുള്ള പല സംസ്ഥാനങ്ങളും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തന്നെ 68% സംവരണം നിലവിലുമുണ്ട്. ഇത്തരം നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് മറാത്ത കേസിലെ സുപ്രീം കോടതി വിധി. 5, 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സാമ്പത്തിക പിന്നാക്കാവസ്ഥ എന്നതുകൂടി സംവരണത്തിന്റെ മാനദണ്ഡമായി നിയമനിർമ്മാണം നടന്നു കഴിഞ്ഞു. അതോടെ ഇന്ദിരാ സാഹ്നി കേസിലെ 50% സംവരണ പരിധി എന്നത് മറികടക്കുന്നതിനുള്ള ഒരു അസാധാരണ സാഹചര്യവും നിയമപരമായി ഇവിടെ സംജാതമായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 6, നിലവിൽ 50% ജാതി സംവരണവും 10% സാമ്പത്തിക സംവരണവും ചേർത്ത് ആകെ സംവരണം 60%. രാജ്യത്തെ മൊത്തത്തിലുള്ള സംവരണം 50% കുറയ്ക്കണം എങ്കിൽ ഇനി അത് സാമ്പത്തിക സംവരണക്കാരെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. മറിച്ച് OBC അടക്കമുള്ള മറ്റ് സംവരണങ്ങളും കൂടി ഒരുമിച്ച് വെട്ടിച്ചുരുക്കി 50%-ൽ ഒതുക്കുക എന്നതാണ് ശരിയായ നടപടി. OBC സംവരണത്തിനും സാമ്പത്തിക സംവരണത്തിനും ഭരണഘടനാപരമായി ഒരേ അടിത്തറയാണ് ഉള്ളത്.
50% എന്ന പരിധിക്കുള്ളിൽ സാമ്പത്തിക സംവരണം ഉൾപ്പെടുത്തണമെങ്കിൽ സുപ്രീം കോടതി വ്യക്തമായ ഉത്തരവ് പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും. മറാത്ത സംവരണ കേസിന്റെ നാൾവഴികളിൽ സുപ്രീം കോടതി ചോദിച്ച ചോദ്യം ഇനിയും എത്ര നാൾ ഈ സംവരണം തുടർന്നുകൊണ്ടു പോകേണ്ടി വരും എന്നാണ്. മാത്രമല്ല, രാജ്യം മുഴുവൻ സാമ്പത്തിക സംവരണത്തിലേക്ക് മാറുന്ന ഒരു ദിനം വരും എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ജാതി കേന്ദ്രീകൃത വേർതിരിവുകൾക്കല്ല രാജ്യത്ത് പരിഗണന നൽകേണ്ടത് എന്ന് വിധിന്യായത്തിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുമുണ്ട്. SIUC ഒഴികെയുള്ള ക്രിസ്ത്യൻ നാടാർ വിഭാഗങ്ങളെ സംസ്ഥാന OBC ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വർഷം സംസ്ഥാന സർക്കാർ കൈക്കൊണ്ട തീരുമാനം മറാത്ത സംവരണ വിധിയുടെ അടിസ്ഥാനത്തിൽ അസാധുവാകും എന്ന് മുൻ നിയമ സെക്രട്ടറി BG ഹരീന്ദ്രനാഥിന്റെ അഭിപ്രായം ഒരു പത്രത്തിൽ വന്നിരുന്നു. അത് തികച്ചും വസ്തുതാവിരുദ്ധമാണ്. 2000 തന്നെ എല്ലാ ക്രിസ്ത്യൻ നാടാർ വിഭാഗങ്ങളെയും സെൻട്രൽ OBC ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നതാണ് വസ്തുത. എന്നാൽ സ്റ്റേറ്റ് OBC ലിസ്റ്റിൽ SIUC ഒഴികെയുള്ള നാടാർ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയിരുന്നുമില്ല. കാലങ്ങളായി തുടർന്ന ആ തെറ്റ് തിരുത്തുക മാത്രമാണ് കഴിഞ്ഞ സർക്കാർ ചെയ്തത്. മറാത്ത സംവരണ വിധിയിൽ ക്രിസ്ത്യൻ നാടാർ വിഭാഗങ്ങൾ ഒട്ടും ആശങ്കപ്പെടേണ്ടതുമില്ല. ദുർവ്യാഖ്യാനങ്ങളാണ് സത്യാനന്തര കാലത്തിന്റെ സത്ത. കോടതി വിധികളിലെ വ്യക്തതയെ വ്യാഖ്യാനങ്ങൾ കൊണ്ട് ആശയക്കുഴപ്പത്തിലാക്കുകയാണ് മാധ്യമങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന തൽപര കക്ഷികളും ചെയ്യുന്നത്. മാധ്യമങ്ങൾ തത്വദീക്ഷയില്ലാത്ത വ്യാഖ്യാതാക്കളാകുമ്പോൾ സത്യമറിയുക എന്നത് ശ്രമകരമായ ഒരു ദൗത്യമായി തീരുന്നു. മാധ്യമങ്ങളുടെ വലിയ വായകൾ ഉച്ചത്തിൽ നുണ പറയുമ്പോൾ കോടതിയിലെ വിധി പ്രസ്താവങ്ങൾ പോലും വിസ്മരിക്കപ്പെട്ട് പോവുകയാണ്. സത്യം പറയാൻ ശേഷിയുള്ളവരുടെ സ്വരം അവഗണിക്കപ്പെടുകയും ചെയ്യുന്നു. സത്യമറിയേണ്ടവർ സ്ഥാപിത താല്പര്യങ്ങളുള്ള മാധ്യമങ്ങളെ മൈൻഡ് ചെയ്യരുത് എന്ന് പറയേണ്ടുന്ന കാലം വിദൂരത്തല്ല. സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്കെഴുതൂ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ.